ഓക്കെ, ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ സ്റ്റുഡൻസ്. ഇനി നമുക്ക് കുറച്ച് തിയറി തിയറി കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. ഓക്കെ, ഫസ്റ്റ് വൺ, റൈറ്റ് ഇഷ്യൂ. റൈറ്റ് ഇഷ്യൂ മീൻസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഫോർ റൈസിങ് അഡീഷണൽ ക്യാപിറ്റൽ ഫോർ ദ കമ്പനി. അതായത് ഒരു കമ്പനി അവരുടെ അഡീഷണൽ ക്യാപിറ്റൽ ഉയർത്താൻ വേണ്ടി ക്യാപിറ്റൽ ഉയർത്താൻ വേണ്ടിയിട്ട് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് മീൻസ് ഓൾറെഡി അവിടെ കമ്പനിയിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ എന്താണ് റൈറ്റ് ഇഷ്യൂ? ഒരു കമ്പനി ക്യാപിറ്റൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് പുതിയ ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റൈറ്റ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നോർമലി നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, അവർക്ക് ഇഷ്യൂ ചെയ്യുന്ന പ്രൈസ് മാർക്കറ്റ് പ്രൈസിനേക്കാളും ഒരു കുറഞ്ഞ എമൗണ്ടിലായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. കാരണം എന്താണ്, അവർ ഓൾറെഡി അവിടുത്തെ ഷെയർ ഹോൾഡേഴ്സാണ്. മാർക്കറ്റിൽ ഇപ്പോൾ അതിനൊരു 15 രൂപ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് എത്രക്ക് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എത്ര രൂപക്കൊക്കെയാണ് കമ്പനി ഇഷ്യൂ ചെയ്യുക? ഒരു 12, 11 ആ റേഞ്ച് രൂപയിലായിരിക്കും ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, സച്ച് ഇഷ്യൂ ഈസ് യൂഷ്വലി മെയ്ഡ് അറ്റ് എ പ്രൈസ് ലോവർ ദാൻ ദ പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസ്. പ്രസൻറ്റ് മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറഞ്ഞ എമൗണ്ടിലാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, കമ്പനി ഈ ഷെയർ ഹോൾഡേഴ്സിന് റൈറ്റ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അതാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ബോണസ് ഷെയർസ് ആണ്. ബോണസ് ഷെയർസ് ആർ ഷെയർസ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ടു ദയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. നമുക്കറിയാം, ഓരോ ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുമ്പം ഇപ്പോൾ നമുക്കറിയാം, ഷെയർ ഹോൾഡേഴ്സ് എന്നാൽ അവർ കമ്പനിയുടെ ഒരു ഭാഗമാണ് അല്ലേ, ഒരു ഡയറക്ടേഴ്സാണ്, ഓണേഴ്സാണ് എന്നൊക്കെ പറയും നമുക്ക്. അപ്പോൾ ഈ ഓണേഴ്സ് ഇവരെ ഒരുപാട് ക്യാപിറ്റൽ, ഇപ്പോൾ ഞാനൊരു എ എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു ഷെയർ ഹോൾഡറാണ്. ഞാനൊരു 50,000 രൂപ അവിടെ എ എന്നുള്ള കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ വെറുതെ എന്ത് ചെയ്യില്ല, 50,000 രൂപ കൊണ്ടിട്ട് അവിടേക്ക് എ എന്നുള്ള കമ്പനിക്ക് കൊടുക്കില്ല. ഞാൻ എന്തിനു വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, എനിക്കൊരു വരുമാനം അതിൽ നിന്ന്, ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മേലെ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടണം. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഷെയർ ഹോൾഡറായിട്ട് ചേർന്നിട്ടുള്ളത്. അപ്പോൾ ഈ 50,000 രൂപയ്ക്ക് എനിക്ക് എന്ത് ചെയ്യും, കമ്പനിക്ക് അവസാനം ലാഭമൊക്കെ കണക്കൂട്ടും. ആ ലാഭമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ലാഭത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഷെയർ ഹോൾഡേഴ്സിനുള്ള വിഹിതം കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ എ ലിമിറ്റഡ് എന്ന കമ്പനി, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തുള്ള കമ്പനി ഒരു വർഷം 1,00,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്, ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ 1,00,000 രൂപയിൽ നിന്നാണ് എനിക്ക് എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനുള്ള വരുമാനം ആര് തരുന്നത്, കമ്പനി തരുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ ലാഭത്തിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ആ ലാഭവിഹിതത്തിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിവിഡൻഡ്, DIVIDEND, ഡിവിഡൻഡ്. കമ്പനിയുടെ ലാഭവിഹിതത്തിൽ നിന്ന് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ലാഭവിഹിതമാണ് എന്ത്, ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി എന്താണ് ബോണസ് ഷെയർസ് നമുക്ക് നോക്കാം. ബോണസ് ഷെയർസ് ആർ ഷെയർസ് ഇഷ്യൂഡ് ബൈ കമ്പനീസ് ടു ദയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഇൻ പ്ലേസ് ഓഫ് ക്യാഷ് പേയ്മെൻറ്റ് ഓഫ് ഡിവിഡൻഡ്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഡിവിഡൻഡ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഈ ഡിവിഡൻഡ്, ഈ ലാഭവിഹിതമായിട്ടുള്ള ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം അവർക്ക് എന്ത് ചെയ്യും, പുതിയ ഷെയറുകൾ വീണ്ടും ഇഷ്യൂ ചെയ്യും. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ആ ഡിവിഡൻഡിന് പകരം, ഡിവിഡൻഡ് ക്യാഷ് ആയിട്ട് കൊടുക്കുന്നതിന് പകരം പുതിയ ഷെയറുകളാക്കിയിട്ട് ഇഷ്യൂ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ബോണസ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻ്റ് ആണ്. പ്രിഫറൻഷ്യൽ എന്ന് പറഞ്ഞാൽ തന്നെ മുൻഗണന എന്നാണ് മലയാളത്തിൽ അർത്ഥം, മുൻഗണന. പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് ഈസ് വൺ that is made at a predetermined price to the pre-identified people like promoters, venture capitalists, financial institutions. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഉണ്ടാകാം. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾക്കൊക്കെ, ഈ പ്രൊമോട്ടർമാർക്കും
മറ്റു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ എന്ത് ചെയ്യാണ്, മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം മുൻകൂട്ടി തീരുമാനിച്ച പ്രൈസിൽ ഇവർക്ക് എന്ത് ചെയ്യാണ് ഷെയറുകൾ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയുന്നത് പ്രിഫറൻഷ്യൽ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക്. അടുത്തത് സ്വെറ്റ് ഇക്വിറ്റിയാണ്. സ്വെറ്റ് ഇക്വിറ്റി. ഓക്കെ, സ്വെറ്റ് ഇക്വിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദീസ് ആർ ഷെയർസ് issued by the company to its employees or directors at a discount or for consideration other than cash. അതായത് എന്താണ് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്, കമ്പനി ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ ആയിരിക്കും. അറ്റ് എ ഡിസ്കൗണ്ട്, ഒരു കുറഞ്ഞ നിരക്കിലായിരിക്കും എന്ത് ചെയ്യുന്നത് ഇവർക്ക് പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിനോ ഡയറക്ടേഴ്സിനോ കുറഞ്ഞ നിരക്കിൽ ഇഷ്യൂ ചെയ്യുന്ന ഷെയറുകൾക്കാണ് എന്ത് പറയുന്നത് സ്വെറ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഇംപ്ലൈസ് ഇഷ്യൂ ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്. ഇവിടെ എന്ത് ചെയ്യും, കമ്പനി ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ, കുറേ ആൾക്കാരെ സെലക്ട് ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആക്കിയിട്ട് മാറ്റും. എന്നിട്ട് ആ ഗ്രൂപ്പിനാണ് എന്ത് ചെയ്യുന്നത് കമ്പനി പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് പബ്ലിക് ഇഷ്യൂ ഉണ്ടാവില്ല, പകരം എന്തുണ്ടാവുള്ളൂ, ഈ ഒരു ഗ്രൂപ്പിനെ ഷെയറുകൾ ഇഷ്യൂ ചെയ്യും. അവരെന്ത് ചെയ്യും, ഒന്നെങ്കിൽ ആ ഗ്രൂപ്പ് ആക്സെപ്റ്റ് ചെയ്യും, ആ ഗ്രൂപ്പിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും, വേണമെന്നുണ്ടെങ്കിൽ ആ ഷെയർ ഓഫർ ആക്സെപ്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ നടത്തുന്ന ഒരു ഷെയറിൻ്റെ പ്ലേസ്മെൻറ്റിനാണ് എന്ന് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഇംപ്ലൈസ് ഇഷ്യൂസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ് ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. സെലക്ട് ചെയ്തുള്ള ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ്. എ കമ്പനി ഇൻ സച്ച് എ കേസ് ഡസ് നോട്ട് ഗോ ഫോർ പബ്ലിക് ഇഷ്യൂ. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ കമ്പനി എന്ത് ചെയ്യില്ല, പബ്ലിക് ഇഷ്യൂ നടത്തൂല. ബട്ട് സെലക്റ്റഡ് എ ഗ്രൂപ്പ് ടു വിച്ച് ഷെയർസ് ആർ ഓഫേർഡ്. അപ്പോൾ ആ ഗ്രൂപ്പിനെ ഷെയറുകൾ ഓഫർ ചെയ്ത് ആ ഗ്രൂപ്പിനെ സെലക്ട് ചെയ്യും. ഇഫ് ദ ഓഫർ ഈസ് ആക്സെപ്റ്റഡ് ഷെയർസ് ആർ അലോട്ടഡ് ടു ദിസ് ഗ്രൂപ്പ്. അപ്പോൾ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓഫർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഗ്രൂപ്പിന് എന്ത് ചെയ്യും, ഈ ഷെയറുകൾ അലോട്ട് ചെയ്ത് കൊടുക്കും. അതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷനാണ്. ടു റിറ്റൈൻ എംപ്ലോയീസ് ഓഫ് ഹൈ കാലിബർ ഓർ ടു ഗീവ് ദം എ സെൻസ് ഓഫ് oneness, companies may offer equity shares to be purchased if they wish. Such a scheme is known as employee stock option plan. അതായത് എംപ്ലോയീസിന് അവരെ നല്ലൊരു കാലിബറുള്ള ആളുകളാക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടും, പിന്നെ സെൻസ് ഓഫ് വൺനെസ്, നമ്മുടെ ഒരു മനസ്സോടെ ഒന്നിച്ച് പോകണം എന്നുള്ള രീതിയിലൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കമ്പനി എംപ്ലോയീസിനൊക്കെ ഓഫർ ചെയ്യുന്ന ഒരു ഷെയറാണിത് എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് ആണ്. വെൻ കമ്പനി പർച്ചേസസ് ബാക്ക് ഷെയർസ് വിച്ച് ഹാവ് ഓൾറെഡി ബീൻ ഇഷ്യൂഡ് ഇറ്റ് ഈസ് ടേംഡ് ആസ് ബൈബാക്ക് ഓഫ് ഷെയർസ്. ദിസ് മേ ബി ഡൺ ബൈ യൂട്ടിലൈസിങ് ദ ഫണ്ട് എയ്തർ ഫ്രം ഫ്രീ റിസർവ്, സെക്യൂരിറ്റീസ് പ്രീമിയം ഓർ പ്രൊസീഡ്സ് ഓഫ് എനി ഷെയർസ് ഓർ സെക്യൂരിറ്റീസ്. അതായത് ഒരു കമ്പനി ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള ഷെയറുകൾ തിരിച്ച് വിളിക്കുന്നതിനെയാണ്, തിരിച്ച് വാങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എവിടെ നിന്നൊക്കെ ഫണ്ട് കണ്ടെത്താം, ഫ്രീ റിസർവിൽ നിന്നോ സെക്യൂരിറ്റി പ്രീമിയത്തിൽ നിന്നോ, അല്ലെങ്കിൽ പുതിയ ഷെയറുകൾ ഇഷ്യൂ ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ ഷെയറുകൾ വാങ്ങിക്കാനുള്ള പൈസ കണ്ടെത്തും. ഓക്കെ, അതാണ് ബൈബാക്ക് ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന ഒന്നാണെന്ത് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. സറണ്ടർ എന്ന് പറഞ്ഞാൽ എന്താ, കീഴടങ്ങുക അല്ലേ. സറണ്ടർ ഓഫ് ഷെയർസ് ആണ്. സറണ്ടർ ഓഫ് ഷെയർസ് മീൻസ് വോളണ്ടറി റിട്ടേൺ ഓഫ് ഷെയർസ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ടു ദ കമ്പനി ഫോർ ക്യാൻസലേഷൻ. വോളണ്ടറി എന്ന് പറഞ്ഞാൽ എന്താ, സ്വമേധയ, സ്വയം എന്നുള്ള കറുത്താണ്. അതായത് ഒരു ഷെയർ ഹോൾഡർ അയാളുടെ കോൾ മണിയോ മറ്റേതെങ്കിലും പൈസകൾ അടക്കാൻ ഫെയിലായിട്ടുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ അയാൾക്ക് ഇനി ആ ഒരു ഷെയർ കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് സ്വയം തിരിച്ചറിവ് വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ സ്വയം എന്ത് ചെയ്യും, ആ ഒരു ഷെയർ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് അയച്ചു കൊടുക്കും. ഇതിനാണ് നമ്മളെന്ത് പറയുന്നത് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. അതായത് ഒരു
ഷെയർ ഹോൾഡർ, ഓൾറെഡി എടുത്തിട്ടുള്ള ഒരു ഷെയർ ഹോൾഡർ അയാൾ സ്വമേധയ വോളണ്ടറിലി റിട്ടേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്തരം കേസിനാണ് എന്ത് പറയുന്നത്, സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. സ്വമേധയ റിട്ടേൺ ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്, ക്യാൻസലേഷന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർഫീച്ചർ ഓഫ് ഷെയർസ് എന്ന്. ഫോർഫീച്ചർ എന്താണ്, ക്യാൻസലേഷൻ ഓഫ് ഷെയർസ് തന്നെയാണ്. അത് കമ്പനി എപ്പോഴാണ് ക്യാൻസൽ ചെയ്യുന്നത്, ഒരു വ്യക്തി കമ്പനി പറഞ്ഞിട്ടും എന്ത് ചെയ്യുന്നില്ല, ഈ പേയ്മെൻറ്റുകൾ കോൾ മണിയോ അലോട്ട്മെൻറ്റ് മണിയോ അടക്കുന്നില്ല. അങ്ങനത്തെ സാഹചര്യത്തിലാണ് കമ്പനി എന്തുമായിട്ട് മുന്നോട്ട് പോവുക, ഫോർഫീച്ചറുമായിട്ട് നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോവുക. നേരെ മറിച്ച് ഈ ഫോർഫീച്ചർ നടപടികൾ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഷെയർ ഹോൾഡർക്ക് തോന്നുകയാണ് എനിക്കിതുമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് സ്വമേധയാ തോന്നി അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ കമ്പനിക്ക് എന്ത് ചെയ്യാം, ഈ സറണ്ടർ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സറണ്ടർ ചെയ്തുള്ള ഷെയറുകൾ വീണ്ടും വേറെ ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, റീഇഷ്യൂ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് സറണ്ടർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്.